ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ BCom കഴിഞ്ഞിട്ടാണ് ACCA തുടങ്ങിയത്. ഞാൻ ACCA എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടി കോവിഡ് സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഈ കോളേജിൻ്റെ ലൈഫിൽ നിന്ന് ഈ ACCയിലോട്ട് വരുമ്പോൾ ഒരു വൺ ചേഞ്ചാണ് വരുന്നത്. നമ്മൾ യൂഷ്വലി പറഞ്ഞാൽ കോളേജ് അങ്ങനെ ഈ ഫ്രണ്ട്സ് കറങ്ങി നടക്കുക അതൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ACCയിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണലായി തുടങ്ങും. നമ്മൾ പഠിക്കുമ്പം നമ്മൾ അത്രയും സീരിയസ്നെസ് കൊടുക്കണം. എൻ്റെ ഫസ്റ്റ് പേപ്പറിന് ഞാൻ അത്രയും കൊടുത്തിട്ടില്ല ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. ഞാൻ ജസ്റ്റ് തട്ടിമുട്ടിയാണ് പാസ്സായത്. പക്ഷേ അപ്പോഴേക്കും ആ കോഴ്സിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അടുത്ത ഞാൻ മൾട്ടി പേപ്പർ, ഞാൻ 2 പേപ്പർ ഒരുമിച്ചെടുത്താണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഭയങ്കര സീരിയസ് ആയി. ഞാൻ രാവിലെ എണീച്ച് പഠിക്കുക അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഞാൻ 4 പേപ്പർ എഴുതി 2 സെഷനായിട്ട് അത് ഫുള്ള് ക്ലിയർ ചെയ്ത്. അങ്ങനെ മാർച്ച് 22 ആയപ്പോഴേക്കും നമ്മൾ സ്കിൽ ലെവൽ മുഴുവൻ തീർത്ത്. പിന്നെ ഞാൻ ഫസ്റ്റ് P ലെവൽ തുടങ്ങിയത്. അത് അഡ്വാൻസ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ആ സാറ് കിടിലം സൂപ്പർ സാറായിരുന്നു. അത് കാരണം ഞാൻ നല്ല മാർക്കിൽ ഫസ്റ്റ് AFM പാസ്സായി. പിന്നെ കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് അങ്ങ് തുടങ്ങി. ഇപ്പോൾ ATX എന്ന് പറഞ്ഞ പേപ്പറിന് അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായി. ATX എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അഷുറൻസ് കൺസൾട്ടൻ്റ് ആയിട്ട് എനിക്ക് റോൾ കിട്ടിയത്. ഈ ഓൺലൈൻ മോഡ്യൂളായപ്പോൾ എനിക്ക് കറക്റ്റ് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂടെ ഈ ലക്ഷ്യയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈവനിങ് കഴിഞ്ഞ് 2 മണിക്കൂറാണ് SBR ക്ലാസ്സിന് വരുന്നത്. അത് കാരണം വർക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിലും വന്ന് കേൾക്കാം. പിന്നെ റെക്കോർഡിങ്സ് ഉള്ളതുകൊണ്ട് അതിനും എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഡിലേ അടിച്ചാൽ അടുത്ത ദിവസം കേൾക്കുക, നമുക്ക് വീക്കെൻഡ് ഇരുന്ന് ഒറ്റ സെറ്റായിട്ട് കേൾക്കുകയോ ചെയ്യാം. അത് കാരണം മാത്രമാണ് ഇപ്പോൾ എനിക്ക് SBR കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ എക്സാമിന് ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ ഒരു ടൈമിങ്ങും അതൊക്കെ കാരണം എനിക്ക് പഠിച്ചെടുക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഇനി ഞാൻ ബുക്ക് ചെയ്ത് എഴുതുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പറയുന്നത്.